ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സ് എന്തിനാണ് വീഡിയോയുടെ പറയുന്നത്? പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകൾ മാറിയാൽ ഇതുപോലെ തന്നെ നമ്മൾ തന്നെ എന്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ തന്നെ മാറും. അല്ലാതെ ഞാൻ ആ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് തേർഡ് ഒന്നും പറയേണ്ട കാര്യമില്ല. വണ്ടിയെ കയറിയെന്ന് എന്താ എന്നോട് പറഞ്ഞ് വണ്ടി എടുക്കാൻ അറിയത്തില്ല അല്ലേ? വണ്ടി ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഏത് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ്? ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി മാത്രം ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. ഡ്രൈവിംഗ് സീറ്റ് എന്താ ചെയ്തിട്ട് പോലില്ല ഒന്നും. അപ്പം ഈ ആളിന് പോലെ ഇത്രത്തോളം ഇതുപോലെ സ്റ്റിയറിംഗ് പോലും തൊടാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് വരന്തരപ്പള്ളി അല്ലേ? നമസ്കാരം. പലർക്കും ഒരു പ്രശ്നമാണ് യു ടേൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്ര സ്റ്റിയർ ചെയ്തിരിക്കണം, അത് തന്നെ എവിടേക്കാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ ഇതുപോലൊരു വണ്ടി ആദ്യമേ കൊണ്ടു നിർത്തുമ്പോൾ നമ്മുടെ സൈഡ് ചേർത്ത് തന്നെ കൊണ്ടു നിർത്തുക. എത്ര നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുമോ അത്രയും ചേർത്ത് നിർത്തുക. എന്നിട്ട് നമ്മൾ ആദ്യമേ ബാക്കിലേക്ക് നോക്കുക. കാരണം ഈ രണ്ടുപേരെ നമ്മുടെ സമ്മതം മേടിക്കാനുണ്ട്. അതായത് ബാക്കിലുള്ളവരുടെ സമ്മതം മേടിക്കണം. കാരണം നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ബാക്കിലുള്ളവരുടെ സമ്മതം മേടിക്കണം, ഫ്രണ്ടിലുള്ളവരെ സമ്മതം മേടിക്കണം. രണ്ട് സൈഡിലും വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ആദ്യമേ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരു കാരണവശാലും ആദ്യമേ എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചിട്ട് എടുക്കരുത്. നമുക്ക് സ്പേസ് കുറവുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചെടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചിട്ട് എടുക്കരുത്. ആദ്യം ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കുക. അത് വണ്ടി ഇല്ലെങ്കിൽ ഫ്രണ്ടിലും വണ്ടി ഇല്ല എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വണ്ടി എടുക്കാൻ വേണ്ട. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് വരന്തരപ്പള്ളി. നമ്മുടെ സ്ഥലത്തിന്റെ പേര് തൃക്കൂര്. തൃക്കൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഇത് ചെറിയ റോഡും വളവുകളും വാഹനങ്ങൾ വലിയ വാഹനങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതുവഴി വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നിർത്തിയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമേ ഫസ്റ്റ് ഇട്ട് തന്നെ വേണം. അവിടെ ഓടി വരുന്ന ഗിയർ തന്നെ പലതായിരിക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് ഒന്നുകൂടെ ഫസ്റ്റ് ആണോ നോക്കുക, ഉറപ്പ് വരുത്തുക. കാരണം ഫസ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ പതിയെ എടുക്കാനുള്ളതാണ്. ഫസ്റ്റ് ആണ്, ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കുന്നു, വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടി ഇല്ലെങ്കിൽ കേട്ടോ. അപ്പൊ ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ തിരിച്ചു വെച്ചിട്ട് എടുക്കുക. നമ്മൾ എടുത്തോണ്ട് വേണം തിരിക്കാൻ. ഇപ്പൊ നമുക്ക് സ്പേസ് കുറവാണ്. അത്രത്തോളം വരുമോ അത്രത്തോളം വരുന്നതിന് അത്രയും മാത്രം വരാവും. നമ്മുടെ ഫ്രണ്ട് അങ്ങോട്ട് മറിഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു വൈബ്രേഷൻ പറ്റുവാണെങ്കിൽ നമ്മൾ ക്ലച്ച് എടുത്ത് ഓടരുത് കേട്ടോ. ആ വൈബ്രേഷൻ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു വൈബ്രേഷൻ നിൽക്കുന്ന സമയത്ത് ആ വൈബ്രേഷൻ നമ്മൾ ആസേട്ടനെ മാറ്റി കൊടുക്കുക. ആസേട്ടൻ മാറുന്ന ഇത് വേണ്ട, ക്ലച്ച് എടുത്തുകൊണ്ട് ഓടാതെ തന്നെ വണ്ടി അങ്ങ് കയറി തരും. കൃത്യമായിട്ട് നമ്മൾ കയറും. വണ്ടി എന്ത് ചെയ്യാം, നമുക്ക് പോകേണ്ട അടുത്തോടെ നോക്കി വണ്ടി എടുക്കണം. കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് യു ടേൺ ആയാലും കൃത്യമായിട്ട് എടുക്കാം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇടത്തോട്ട് യു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് തന്നെ കൃത്യമാണ്. നമ്മൾ ഗിയർ ഇടുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് തന്നെ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. ആ സൈഡ് മാറ്റുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇപ്പോഴും ഇവിടെ വണ്ടി ഉണ്ട്, അല്ലെ അത് കഴിയട്ടെ, അല്ലെ തന്നെ ആള് നിൽക്കുന്നു, ആള് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഗിയർ മാറാനും പറ്റാതെ പറ്റും. ലാസ്റ്റ് നമ്മൾ ഗിയർ മാറുന്ന സമയത്തോ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ഇത് വണ്ടി തെറ്റിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ മുൻപിൽ വലിയ വണ്ടി ആവുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഇതുണ്ടല്ലോ, നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് പോയി കഴിഞ്ഞാൽ, നമ്മുടെ സൈഡാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു വലിയ വണ്ടി വന്നാലും നമുക്ക് പേടിക്കാതെ തന്നെ സൈഡ് കൊടുത്ത് തന്നെ വണ്ടി ഓടിക്കാൻ കഴിയും. പലർക്കും ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി കാണുമ്പോൾ പേടിയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ വണ്ടി നമ്മളെ തട്ടാൻ വരുന്ന പോലൊക്കെ തോന്നും. കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്നവരെ കാണുമ്പോൾ പലർക്കും പേടിയാണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സൈഡിൽ നിന്ന് അവരെ നമ്മുടെ റോഡിന്റെ അകത്തേക്ക് നമ്മൾ വലിച്ചു വരുത്തരുത്. നമ്മുടെ വണ്ടിയുടെ പുറത്ത് അടിക്കുക അവരെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവർ ജഡ്ജ്മെന്റ് ഉണ്ട്. പലരും പറഞ്ഞു തരും സെൻട്രൽ ഭാഗമാണ്. ഒരിക്കലും സെൻട്രൽ ഭാഗം നിൽക്കത്തില്ല. കാരണം സെൻട്രൽ ഭാഗം നിൽക്കുമോ? സെൻട്രൽ ഭാഗം നിൽക്കത്തില്ല. കാരണം എല്ലാവരോടും സെൻട്രൽ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അവർ സെൻട്രൽ നോക്കുന്നതുകൊണ്ടാണ് വണ്ടി വൈഡായിട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ജഡ്ജ്മെന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് തട്ടാൻ പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും പല പല ഇതാണ്. കാരണം ഈ ബോണറ്റിന്റെ സൈസിന് വ്യത്യാസം വരാം. അതായത് നമുക്ക് തന്നെ അറിയാം, ഒരേ പൊക്കമല്ല ഈ ബോണറ്റിനുള്ളത്. അതായത് പൊക്കം കൂടിയതും ഉണ്ടാകും, കുറഞ്ഞതും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടിയും പലർക്കും പേടിയാണ്. ആ വണ്ടി നമ്മളെ തട്ടുമെന്നുണ്ടാകും കയറുമ്പോൾ. കാരണം നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി അങ്ങനെ വരാനുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ബോണറ്റ് ഒരേ പൊക്കമല്ല, ഓരോ വണ്ടിക്കും പല പല വ്യത്യാസമാണ്. പൊക്കം കൂടിയതുണ്ടാകാം, കുറഞ്ഞതുണ്ടാകാം. അപ്പം പൊക്കം കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വല്പം ചെറുതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പൊക്കം കുറഞ്ഞതനുസരിച്ച് വ്യൂ ഇങ്ങോട്ട് മാറി വരാം. അതുകൊണ്ടാണ് നമുക്ക് സെന്റർ കിട്ടാത്തത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വണ്ടി കിടക്കുന്ന പലർക്കും പ്രശ്നമാണ്, കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടാത്തത്. അതുപോലെ തന്നെ ഇതുപോലെ ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് കൂടുതൽ വണ്ടികളും ആളുകളും ഒക്കെ ഉള്ള സമയത്ത് പലർക്കും പ്രശ്നമാണ്. ഒരാൾക്കൊരു മിസ്റ്റേക്കേ ഉള്ളൂ,
ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. കാരണം ആ ഒരു ആളിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. ഞാൻ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. ആ ഒരു മിസ്റ്റേക്ക് പ്രകാരം നമ്മൾ ചെയ്താൽ എല്ലാ മിസ്റ്റേക്കുകളും മാറും. അല്ലാതെ പ്രത്യേകിച്ച് ഇന്നതിന് പ്രത്യേക മിസ്റ്റേക്ക്. നമ്മൾ ഗിയർ മാറുന്നതിന് ചില വീഡിയോ കാണുന്ന 90% ചിലർക്കാണെങ്കിൽ ഗിയർ മാറുന്നതിലായിരിക്കും, ചിലർക്കാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവായിരിക്കും, ചിലപ്പോൾ ക്ലച്ചിന്റെ കൺട്രോൾ ആയിരിക്കും, ചിലപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കൂടെ മാറിപ്പോകുന്നതായിരിക്കും, ചിലർക്ക് ഇങ്ങനെ തിരക്കിക്കൂടെ വണ്ടി ഓടിക്കാനായിരിക്കും, ചിലർക്ക് ഇങ്ങനെ ജംഗ്ഷനുകളിൽ വണ്ടി ഒരുപാട് ഉള്ളപ്പോഴായിരിക്കും, ചിലർക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കാണുമ്പോഴായിരിക്കും. ഇത് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറാത്തതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങളാണ്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഗ്യാപ്പ് കുറവാണ്, നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഓടാവും. നമുക്ക് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സിഡന്റ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ്. ഗ്യാപ്പ് ഉള്ളിടത്ത് നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ. അപ്പൊ നമുക്ക് ഫ്രണ്ടിലൂടെ നമുക്ക് ഗ്യാപ്പ് കുറവാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ നമ്മൾ കുറച്ച് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുക, ഗ്യാപ്പുകൾ കുറവാണെന്ന് വേണ്ടി നമ്മൾ വരുന്ന ഗിയർ തന്നെ പേടിച്ച് അങ്ങോട്ട് ആളിനെ തട്ടും വണ്ടിയെ തട്ടും നമ്മൾ എന്ത് ചെയ്യും, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തു കളയല്ല. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് വരന്തരപ്പള്ളി അല്ലേ? അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് മാറ്റുന്നത് പലർക്കും അറിയത്തില്ല. നമ്മൾ ഒരു കാരണവശാലും ആ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോകരുത്, നമ്മൾ ബാക്കിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ചാടും എന്നുള്ള പ്രശ്നങ്ങളാണ് പലർക്കും. നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കേ കാണത്തുള്ളൂ. ആ മിസ്റ്റേക്ക് എന്താണെന്ന് എന്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ടും ആ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ മാറാതെ കിടക്കുന്നത്. അപ്പം ആ മിസ്റ്റേക്ക് എന്താണെന്ന് എന്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാനും കഴിയത്തുള്ളൂ. ആ മിസ്റ്റേക്കിൻ പ്രകാരം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ആ സ്റ്റിയറിംഗെ പോലും തൊടാതെ തന്നെ എല്ലാവരും കൊണ്ട്. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകൾ ഇങ്ങനെ ഇപ്പൊ ഇടാനുള്ള കാരണം സ്റ്റിയറിംഗെ പോലും തൊടാതെ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഓടിക്കാൻ കഴിയും. ഇന്ന ഒരു റോഡിൽ കൂടെ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മാറിക്കഴിഞ്ഞാൽ ഏത് റോഡിലും ഒരേപോലെ തന്നെ നമുക്ക് ഏതാൾക്കും വണ്ടി ഓടിക്കാൻ കഴിയും എന്ന് ഞാൻ അത് തെളിയിച്ച് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൈഡിലോട്ട് കൊണ്ട് നിർത്തുക, വീണ്ടും ഫസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് തന്നെയാണോ നോക്കണം. നമ്മൾ സൈഡിൽ തന്നെ ചേർത്ത് ഫസ്റ്റ് തന്നെയാണോ, ക്ലച്ച് ചവിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇടുക. എന്നിട്ട് ബാക്കി നമ്മൾ നോക്കുക വണ്ടി ഉണ്ടോ എന്നുള്ളത്. അല്ല നമ്മളൊരു ഇൻഡിക്കേറ്ററിൽ അവിടെ കാര്യം, മിററിൽ നോക്കുന്ന വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എന്ത് ചെയ്യുക, വാഹനം എടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. ആ സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടി വരും, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടി വരുന്നോ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് മിററിൽ നോക്കി വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഗിയർ മാറാൻ വേണ്ടി നോക്കരുത്. കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് വണ്ടി, നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങും പോകുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ആ സൈഡ് സ്വല്പം കൊടുക്കുക, ആ സൈഡിൽ നിന്ന് മാറ്റുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഇട്ട് കൊടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ സൈഡിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾ ഇടരുത്. എന്നിട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ എന്ത് ചെയ്യുക, വണ്ടിക്ക് കൃത്യമായിട്ട് ഓടിക്കുക. അല്ല നമ്മൾ ജംഗ്ഷൻ വരുമ്പോഴോ വണ്ടികൾ കൂടുതൽ വരുമ്പോഴോ എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ ഡൗൺ ചെയ്യണോ, ആ സൈഡ് കൊടുക്കണോ, സ്റ്റിയറിംഗ് തിരിക്കണോ, ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൈ നൈലയിലേക്ക് വണ്ടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിടെ ഒരു ജംഗ്ഷൻ വരുമ്പോൾ ഏത് ഗിയറിലാണ് പോകേണ്ടത്, എത്ര തിരിക്കണം, അത് ആ ഗിയർ പോകാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്ന കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ നമ്മൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു വലിയ വണ്ടി കാണും, നമ്മൾ പേടിക്കും. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സൈഡ് തന്നെ കൃത്യമായിട്ട് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് ഈ സൈഡ് തന്നെ ചേർന്ന് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത്. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും എന്തിനാണ് വീഡിയോയുടെ പറയുന്നത്, പലർക്കും പല മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകൾ മാറിയാൽ ഇതുപോലെ തന്നെ നമ്മൾ തന്നെ എന്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ തന്നെ മാറും. അല്ലാതെ ഞാൻ ആ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് തേർഡ് ഒന്നും പറയേണ്ട കാര്യമില്ല. ആളിന് ഇതുപോലെ തന്നെ ഗിയർ ചേഞ്ചിങ്ങിന്, സ്റ്റിയറിങ്ങിന്റെ വാഹനം, ഇതൊക്കെയായിരുന്നു എന്നോട് കംപ്ലൈന്റുകൾ പറഞ്ഞു. പല മിസ്റ്റേക്കുകളാണ്. വണ്ടിയെ കയറിയെന്ന് എന്താ എന്നോട് പറഞ്ഞു, വണ്ടി എടുക്കാനായിരുന്നില്ല അല്ലേ? വണ്ടി ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഏത് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു? ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി മാത്രം ഓടിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. ഡ്രൈവിംഗ് സീറ്റ് എന്താ ചെയ്തിട്ട് പോലില്ല ഒന്നും. അപ്പം ഈ ആളിന് പോലെ ഇത്രത്തോളം കാര്യത്തോളം ഇതുപോലെ സ്റ്റിയറിംഗെ പോലും തൊടാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ ജില്ലയിൽ വരും. നിങ്ങളെ കേരളത്തിലാണ്, നിങ്ങളെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെയുള്ള ഇടയിലുള്ള ജില്ലയിൽ ഏത് ജില്ലയിലായിരുന്നാലും
നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.